What's up, people? This is Kochi Machan and welcome back to another safety weekend. Yes, അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഞാൻ പുതിയ ഒരു കിഡിലൻ ഓഫ് റോഡ് ഹെൽമെറ്റ് വാങ്ങി. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ ആപ്പിൻ്റെ പേര് റമ്മി സർക്കിൾ എന്നാണ്. ഈ ആപ്പ് വഴി നിങ്ങൾക്ക് റമ്മി കളിച്ച് റിയൽ ക്യാഷ് വിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഭയങ്കര ഈസി ആൻഡ് സിമ്പിൾ ടു ലേൺ ഒരു ആപ്പാണ്. അതുകൂടാണ്ട് ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും 100% വെൽക്കം ബോണസ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് കാണിച്ചു തരാം. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗ്രാഫിക്സ് എത്ര അടിപൊളിയാണെന്നും ഇത് കളിച്ച് നമുക്ക് റിയൽ ക്യാഷ് വിൻ ചെയ്യാൻ എത്ര സിമ്പിളാണെന്നും. അപ്പോൾ ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ സെക്യൂർഡ് ആണ്. നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓൾറെഡി കുറേ പേര് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കളിച്ച് റിയൽ ക്യാഷ് വിൻ ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അവിടെ പോയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇത് കളിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. ബെല്ലിൻ്റെ ഒരു ഓഫ് റോഡ് ഹെൽമെറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. മോഡൽ MX9 എന്നാണ് പേര്. ഇത് ദിസ് കംസ് വിത്ത് MIPS ടെക്നോളജി, അതായത് മൾട്ടി ഡയറക്ഷണൽ ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ സിസ്റ്റം. അതിനെ പറ്റി ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്തായാലും. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് പുറത്തേക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ഇതും ഒരു ക്ലോത്ത് ബാഗിലാട്ടോ അല്ലേ, ഇവിടെ ബെല്ലെന്ന് പറഞ്ഞ് എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഹെൽമെറ്റ്. നല്ല അടിപൊളി കളറാട്ടോ, ഒന്നും പറയാനില്ല. ഗ്ലോസ് ഫിനിഷ് അല്ല, ഒരു മാറ്റ് ഫിനിഷാണ്, ബട്ട് കുറച്ച് ഷൈനിയാണ്. ഗ്ലോസ് അല്ല. പക്ഷേ 2 കളേഴ്സ് ആയിരുന്നു അവൈലബിൾ. നമ്മുടെ ഓട്ടോക്വീൻ കലൂരിലെ ഷോപ്പിലാണ്. ഇത് ലിമിറ്റഡ് ആട്ടോ, ഇത് അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല. കുറച്ച് പീസേ വന്നിട്ടുള്ളൂ, അധികം ഇത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അധികം ഹെൽമെറ്റ് നമുക്കിത് റോട്ടിൽ കാണാൻ പറ്റില്ല. കാര്യം ഈ ഒരു കളറും പിന്നെ മോൺസ്റ്റർ എനർജിയുടെ ഒരു ഗ്രീൻ ബ്ലാക്ക് കോമ്പിനേഷൻ, അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം. ഗ്രീൻ ബ്ലാക്ക് കോമ്പിനേഷനിലെ ഒരു കളറുള്ള ഹെൽമെറ്റുമാണ് ഇത് വരുത്തിയേക്കണം. അപ്പോൾ ഈ കളർ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ മോജോ റെഡ് ആൻഡ് വൈറ്റ് ആണ്, എൻ്റെ ജാക്കറ്റ് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് ഒത്തു പോകുന്നുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് കുറച്ചും കൂടെ ക്ലോസർ ലുക്കിൽ കാണാം. അപ്പോൾ ഹെൽമെറ്റിൻ്റെ ക്ലോസർ ലുക്കിന് മുമ്പ് ഇതാണ് നമ്മുടെ MIPS ടെക്നോളജിയുടെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ കൊടുത്തിട്ടുണ്ട് ബെല്ലിൻ്റെ. അതിൻ്റെ അകത്ത് കുറച്ച് റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സും അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്, ഇതെവിടേക്ക് ഒട്ടിക്കണം എന്നുള്ളൊരു രീതിയും. പിന്നെ ഇത് നമുക്ക് ആൻറ്റി മൈക്രോബൽ പാഡിങ്സ് ആണ് ഇവർ ഇതിൽ കൊടുത്തേക്കണേ. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു ഒരു അടിപൊളി ഹെൽമെറ്റാണ്. ഈ ഓഫ് റോഡ് സെഗ്മെൻറ്റിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഹെൽമെറ്റാണ്. ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഉപയോഗിച്ചു. അപ്പോൾ ആ ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആൻഡ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ആളാണ് ഞാൻ ഈ ഹെൽമെറ്റ് വെച്ചിട്ട്. ഇതാണ് ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. അത്ര എന്താ പറയുക, അത്ര ഫ്രണ്ടിലേക്ക് ഒരു എന്താ പറയുക നീണ്ടിരിക്കണം. നമ്മൾ എയറോടെ ഹെൽമെറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായി. എയറോടെ ഹെൽമെറ്റ് നിങ്ങൾക്കറിയാം ഭയങ്കര നീണ്ടാണിരിക്കണം. ഇത് അത്ര നീണ്ടല്ലിരിക്കണേ, ബട്ട് ഇതൊരു റൗണ്ട് ഷേപ്പാണ്. അതിൻ്റെ ഷെല്ലെന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പാണ് ഷെല്ല്. ഭയങ്കര ഷാർപ്പല്ല, ബട്ട് ഇത് നല്ല ഒരു അടിപൊളി ഡിസൈനാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്ര എന്താ പറയുക, അത്ര ഷാർപ്പായിട്ടുള്ള ഡിസൈനില്ല, ബട്ട് സ്റ്റിൽ ഇത് കാണാൻ ഒരു പക്ക ഒരു MX അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ഹെൽമെറ്റിൻ്റെ ആ ഒരു അടിപൊളി ലുക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ വലിയൊരു വെൻറ്റിലേഷൻ ഉണ്ട്. ഇത്രയും വലിയ ഒരു വ്യൂ ഉണ്ട്. നമുക്ക് ഗോഗിൾസ് വെക്കാനായാലും നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു വ്യൂ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഉണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ 2 സൈഡിലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. 2 സൈഡിൽ മാത്രമേ ഇതിന് ആ ഒരു ഹോൾഡ് ഉള്ളൂ. അപ്പോൾ 2 സൈഡിൽ നമുക്ക് വെച്ചാൽ ഇതിങ്ങനെ പൊക്കുകയും ഇത്രയും പൊങ്ങാം, ഇത്രയും താത്താം. അപ്പോൾ ഞാൻ ഒരു മിഡ് ലെവൽ, അത് നമ്മുടെ ഇഷ്ടം. നമുക്ക് എത്ര രീതിയിൽ വേണോ അങ്ങനെ വെച്ചാൽ നമ്മുടെ ഒരു കംഫർട്ട് ലെവൽ നോക്കിയിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെയാണ് വെൻറ്റിലേഷൻ ഉള്ളത്. പിന്നെ ഈ സൈഡിൽ നമുക്ക് വെൻറ്റിലേഷൻ ഉണ്ട്. പിന്നെ വെൻറ്റിലേഷൻ നോക്കാൻ പോയാൽ വേറെ ഫ്രണ്ടിൽ ഇത്രയും വലിയൊരു വ്യൂ നമുക്ക് കിട്ടും. അതുകൊണ്ട് മുകളിൽ വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത്രേ ഉള്ളൂ വെൻറ്റിലേഷൻസ്. പിന്നെ ഇതെല്ലാം ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് ബാക്കിൽ 2 എന്താ പറയുക എക്സോസ്റ്റ് എന്ന് വേണേൽ പറയാം, ആ എയർ പുറത്തേക്ക് പോകാൻ വേണ്ടി ബാക്കിൽ 2 വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിലുള്ള വെൻറ്റിലേഷൻസ്. ഇതിൽ നിങ്ങൾക്ക് കാണാം MIPS എന്ന് എഴുതിയിട്ടുണ്ട്. MX9 MIPS EC 22.05 സർട്ടിഫൈഡ് ഹെൽമെറ്റാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1533 ±50 grams. ഇതിന് വെയിറ്റ് അങ്ങനെ നമുക്ക് പിടിക്കുമ്പോൾ എനിക്ക് ബാക്കിൽ വെയിറ്റ് കൂടുതലാന്ന് തോന്നും. കാര്യം ഓബിയസ്ലി ഈ ഭാഗത്താണ് കൂടുതൽ വെയിറ്റ് ഉള്ളത്. അപ്പോൾ ബാക്കിൽ ഈ ഫ്രണ്ടിൽ പിടിച്ച് നോക്കുവാണെങ്കിൽ ബാക്ക് കുറച്ച് ഹെവിയാന്ന് തോന്നും. പക്ഷേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു വെയിറ്റ് ഈ ഹെൽമെറ്റിൽ നിന്ന് തോന്നില്ല. നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. എനിക്ക് കളർ കോമ്പിനേഷനാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഈ ഹെൽമെറ്റിൻ്റെ. പിന്നെ ഈ ബീക്കൊക്കെ അത്യാവശ്യം ഫ്ലെക്സിബിൾ ആട്ടോ. അങ്ങനെ കണ്ടോ, ഇത്ര നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബീക്കാണ്. പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോവില്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല റെഡ് കളറിൽ ഇവിടെ ബെല്ലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു നിങ്ങൾക്ക് കാണാൻ വേണ്ടിയുണ്ടോ,
കണ്ടോ ബെല്ലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഹെൽമെറ്റിന്. ഇവിടെ സൈസ് ഞാൻ എം ആണ് എടുത്തേക്കുന്നത്. എം എന്ന് പറയുമ്പോഴത്തേക്കും 57 to 58 സെൻറ്റിമീറ്ററാണ് എം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാണ് ഹെൽമെറ്റിൻ്റെ ഒരു ഔട്ടർ ലുക്ക്. എനിക്ക് എന്തായാലും ഇതൊന്ന് സെറാമിക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ഷൈനി ആൻഡ് ആ ഒരു തിളക്കം നമുക്ക് എപ്പോഴും കിട്ടും. ഈ ഹെൽമെറ്റിൽ മെയിൻലി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റി റൈഡ്സും പിന്നെ ഓഫ് റോഡ് പോകുമ്പോൾ ഉപയോഗിക്കാനാണ്. കാര്യം സിറ്റി റൈഡ്സ് ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് ഇത് വെച്ചാൽ ഭയങ്കര വെൻറ്റിലേഷനാണ്, ഒരു രക്ഷയില്ലാത്ത വെൻറ്റിലേഷനാണ് ഇത് വെച്ചാൽ. പക്ഷേ എനിക്ക് വ്ളോഗിങ്ങും കാര്യങ്ങളൊന്നും ഇതിൽ നടക്കില്ല. പിന്നെ ഇതിൽ ഗോപ്രോ മൗണ്ടൊക്കെ പിടിപ്പിക്കാൻ ഇവിടെ ഫ്രണ്ടിൽ എന്തായാലും പിടിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ എല്ലാ ഹെൽമെറ്റിനും ഇവിടെയാണ് ഞാൻ പിടിപ്പിക്കുന്നത് ഗോപ്രോ മൗണ്ട്. അപ്പോൾ അത് പിടിപ്പിക്കാനായിട്ട് ഞാൻ വേറൊരു സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും. ഗോപ്രോ എനിക്ക് സൈഡിലോ അങ്ങനത്തെ എവിടെ സൈഡിൽ വല്ലതും പിടിപ്പിക്കേണ്ടി വരും, ഈ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്. ബട്ട് വ്ളോഗിങ് നടക്കില്ല. കാര്യം ഇതിൽ ഭയങ്കര എയർ കയറും. അപ്പോൾ ഭയങ്കര വിന്നോയ്സ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഞാൻ ഒരു പ്രാവശ്യം ഇതിൽ വ്ളോഗ് ചെയ്ത് ഞാൻ കേൾപ്പിക്കാം എന്തായാലും. അപ്പോൾ ഭയങ്കര വിന്നോയ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ. നെക്സ്റ്റ് നമുക്കിതിൻ്റെ പാഡിങ്ങിലേക്ക് പോവാം. പാഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതും ആൻറ്റി ബാക്ടീരിയൽ പാഡിംഗ് ആണ്. നിങ്ങൾക്ക് കാണാം ഈ ഒരു ടൈപ്പ് ടെക്സ്ചറുള്ള ക്ലോത്ത് കണ്ടോ. ഇതല്ല ഈ സൈനം. ഇതിൽ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് പാഡിങ് ഊരി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഊരുമ്പോൾ നമുക്ക് കാര്യം എന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽ ഉണ്ടോ ഇതെന്ന് വെച്ചാൽ ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ലൈറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ടോ, ഇതൊരു ട്രാൻസ്പെറൻ്റ് ആണിത്. അതേപോലെയാണ് ഇവിടെയും ഒരു ഹണി കോംബ് സ്ട്രക്ചർ പോലെയാണ്. എന്ന് വെച്ചാൽ ഒരു കുറേ എയർ പാസേജ് ഉള്ള ഒരു മെറ്റീരിയലാണിത്, ഈ ഒരു ബ്ലാക്ക് കളർ മെറ്റീരിയൽ. അതാണ് ഈ ആൻറ്റി മൈക്രോബൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. കാര്യം അതിലൂടെ നമ്മുടെ വേർപ്പ് അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും എയർ പാസേജ് കാരണം ഇത് ഉണങ്ങും. അപ്പോൾ നമ്മുടെ വേർപ്പൊന്നും അധികം ഇതിലിങ്ങനെ നിൽക്കില്ല. ഇത് കറക്റ്റ് ഇങ്ങനെ ഈ ഉണങ്ങി ഇവിടെ വരും, പിന്നെ വേർപ്പ് ഇങ്ങോട്ടേക്ക് ഒലിച്ചു വരും, ഇവിടെ വന്നാൽ കാറ്റടിച്ച് പിന്നെ ഉണങ്ങിപ്പോകും. അതാണ് ആൻറ്റി മൈക്രോബൽ ഒരു പാഡിങ് എന്ന് പറഞ്ഞാൽ. പാഡിങ് എല്ലാം റിമൂവബിൾ ആൻഡ് വാഷബിൾ ആണ്. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാഡിങ് കേട്ടോ, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാഡിങ് ആണ്. നമ്മുടെ ഹെഡിൻ്റെ അവിടെയുള്ള പാഡിങ് നമുക്ക് ഊരാൻ പറ്റുന്നതായിരിക്കും കണ്ടോ. ഇതിനുണ്ട് സൈസ്, പാഡിങ്ങിനും കാര്യങ്ങളൊക്കെ എം സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാഡിങ് ആണ്. ഇവിടെ ആയാലും നമുക്ക് കണ്ടോ ഈ മെറ്റീരിയൽ കണ്ടോ, ഇതും ആൻറ്റി മൈക്രോബൽ മെറ്റീരിയലാണ്. ഒരു മേളിലത്തെ സൈഡിൽ മാത്രം, മേളിലില്ല. ഇതൊക്കെ നമുക്ക് വെൻറ്റിലേഷനുള്ള പാസേജും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അടുത്ത ഞാൻ മിപ്സ് ടെക്നോളജിയുടെ ആ ഒരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു തിൻ ലെയർ കണ്ടോ, ഇതാണ് നമ്മുടെ മിപ്സ് ടെക്നോളജിയുടെ ആ ഒരു ലെയർ എന്ന് പറയുമ്പോൾ. ഈ ലെയറാണ് അവർ മിപ്സ് ടെക്നോളജിയിൽ അവർ കൊണ്ടുവന്നേക്കണേ. അപ്പോൾ ഈ ലെയറിനെ പറ്റി ഞാൻ കുറച്ച് കൂടുതലായിട്ട് ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണില്ല, ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ അതൊന്നും നമുക്ക് വെൻറ്റിലേഷനൊക്കെ കാണാം. ഇവിടെ ഈ ഹോളും കാര്യങ്ങളെല്ലാം വെൻറ്റിലേഷന് വേണ്ടി വെച്ചേക്കണേ. പിന്നെ ഇതിൻ്റെ ലോക്ക് സേഫ്റ്റി ഡബിൾ ഡി റിംഗ് ആണ്, അതും അടിപൊളിയാണ്. എനിക്ക് അതുകൊണ്ടും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡബിൾ ഡി റിംഗ് സേഫ്റ്റിയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ മിപ്സ് ടെക്നോളജിനെ പറ്റി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ മിപ്സ് ടെക്നോളജി അല്ലേ, അതാണ് നമ്മുടെ കാര്യം. മൾട്ടി ഡയറക്ഷണൽ ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ സിസ്റ്റം, അതാണ് മിപ്സ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ഇത് എനിക്ക് 2007-8 വന്നൊരു ടെക്നോളജിയാണ്. ഇത് സംബന്ധിച്ചാൽ നമ്മുടെ ഹെൽമെറ്റ് ഞാൻ വെക്കാം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ക്രാഷ് ആവുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ഫോഴ്സ് നമ്മുടെ ഹെൽമെറ്റിൽ ആക്ട് ചെയ്യും. അത് നമ്മൾ വീഴണ അനുസരിച്ചാണ്. ഒന്ന് ഡയറക്റ്റ് ഇമ്പാക്ട്, അതായത് സ്ട്രെയിറ്റ് വന്നിടിയും. നമ്മളിപ്പോൾ നേരെ പോയി മതിലേക്ക് ഇടിയാൽ സ്ട്രെയിറ്റ് വന്നിടിയും. വേറെ എന്ന് വെച്ചാൽ റൊട്ടേഷണൽ ഇമ്പാക്റ്റ് ഉണ്ട്, നമ്മളിങ്ങനെ കറങ്ങി വന്ന് തല ഇങ്ങനെ തെന്നിപ്പോവും. അപ്പോൾ അവിടെയാണ് ഈ മിപ്സ് ടെക്നോളജിയുടെ യൂസ്. അങ്ങനെ ആ ഒരു റൊട്ടേഷണൽ ഫോഴ്സ് വെച്ച് നമുക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഡാമേജ് വളരെ ഹൈ ആണ്. ശരിക്കും ഇത് വളരെ ചെറിയൊരു ടൈമാണ്, 2 millisecond to 4 millisecond ആണ് അതിൻ്റെ സമയം. അപ്പോൾ ഒരു കണ്ണ് ബ്ലിങ്ക് ചെയ്യണതിൻ്റെ ആ ഒരു 100 ഇരട്ടി സ്പീഡ് ഉണ്ട് ഈ 2 millisecond എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭയങ്കര ചെറിയ ഷോർട്ട് ടൈമാണ്. ആ ഒരു ടൈമിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ റൊട്ടേഷണൽ ഇമ്പാക്റ്റ് ആണ്. നമ്മുടെ ബ്രെയിൻ ഡാമേജ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നോളജിയാണ് ഈ മിപ്സ് ടെക്നോളജി. ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലെയർ, ഈ യെല്ലോ ലെയറില്ലേ, ഇത് നമ്മുടെ ഹെഡിൻ്റെ മേളിൽ ഒരു മൂവിങ് ലെയറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ മിപ്സ് ടെക്നോളജി കാരണം ഈ മൂവിങ് ലെയർ അവിടെ ഉള്ള കാരണം നമ്മൾ റൊട്ടേഷണൽ ഫോഴ്സ് വരുമ്പോൾ നമ്മുടെ തല സ്ട്രെയിറ്റ് ആയിരിക്കും, ഇമ്പാക്റ്റ് ഹെൽമെറ്റ് ആയിരിക്കും മൂവ് ചെയ്യണേ. അപ്പോൾ ഈ യെല്ലോ ലെയർ നമ്മുടെ ഹെഡിൻ്റെ മേളിൽ ഒരു സ്ലൈഡിങ് ലെയറായിട്ട് ആക്ട് ചെയ്യും. അതായത് നമ്മുടെ ഹെഡ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും, ഹെൽമെറ്റ് ജസ്റ്റ് തിരിയുള്ളൂ. ആ ഒരു മില്ലി സെക്കൻഡിൽ ഇത് തിരിയണത് വെറും 2 mm 3 mm ഈ ലെയർ, ഈ യെല്ലോ കളർ ലെയർ തിരിയുള്ളൂ. പക്ഷേ ആ ഒരു
ആ ലെയർ കാരണം നമ്മുടെ ബ്രെയിൻ ഡാമേജ് വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതാണ് ഈ മിപ്സ് ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മുടെ ഹെഡിൻ്റെ സേഫ്റ്റി, അതായത് ആ റൊട്ടേഷണൽ ഫോഴ്സിൽ നിന്ന് കുറച്ചും കൂടെ നമുക്ക് ലെസർ ബ്രെയിൻ ഡാമേജ് സംഭവിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മിപ്സ് ടെക്നോളജി അവർ കൊണ്ടുവന്നേക്കണേ. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു സേഫ്റ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഈസി ആണ്, ഡോട്ട് സർട്ടിഫൈഡ് അല്ല. അപ്പോൾ നല്ല അടിപൊളി ഹെൽമെറ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട് എൻ്റെ വണ്ടിയിൽ തന്നെ. എനിക്ക് വിൻ ബ്ലാസ്റ്റ് ഉണ്ട്, ഓബ്വിയസ്ലി നല്ല എയർ സർക്കുലേഷൻ ഉണ്ട്. സിറ്റിയിലേക്ക് ഓടിക്കാൻ ഭയങ്കര സുഖമാണ്, കാര്യം നല്ല എയർ അടിക്കുന്നതുകൊണ്ട് നമ്മൾ വേർക്കൂല ഭയങ്കരമായിട്ട്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്പീഡ് അധികം എടുക്കാൻ പറ്റില്ല, ഒരു 110 വരെയൊക്കെ പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സിറ്റിയിൽ നമ്മൾ ഞാൻ എന്തായാലും 100 മേളിലൊന്നും പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും നമ്മൾ 110 വരെയും ഞാൻ ഹൈവേയിൽ നോക്കി, 110 വരെയും ഹെൽമെറ്റ് സ്റ്റേബിളാണ്. 110 കഴിയുമ്പോൾ ചെറിയ ഒന്ന് പൊങ്ങിത്തരും ഹെൽമെറ്റ്. പിന്നെ അത്യാവശ്യം നല്ല ടൈറ്റ് ആണെങ്കിൽ പിന്നെയും ഒരു 120 വരെ നമുക്ക് നിൽക്കും. എൻ്റെ സൈസ് മീഡിയമാണ്, സ്മോൾ എടുത്താൽ ഇങ്ങനെ ഇടിയും ഞാൻ. അപ്പോൾ അത് വേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹെൽമെറ്റ് ഒന്ന് നിങ്ങൾക്ക് ഇനി വെച്ച് കാണിക്കാം. ഇതാണ് ഹെൽമെറ്റ് വെക്കുന്നത്. ഇത്രയും നല്ലൊരു വ്യൂ നമുക്ക് ഈ ഹെൽമെറ്റിൽ നിന്ന് കിട്ടും. ഇതാണ് ഷേപ്പ്. വെക്കുമ്പോൾ എനിക്ക് ഒരു വെയിറ്റും തോന്നിയില്ല. ഞാൻ പിടിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് പിടിക്കുവാണെങ്കിൽ ബാക്ക് കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഓഫ് റോഡ് ഹെൽമെറ്റും ആ ഒരു ചെറിയൊരു ഫീൽ നമുക്ക് കിട്ടും. ബട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. ഞാനൊരു ഗോഗിൾസും കൂടെ ഇതിനെടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഗോഗിൾസ്. ഇത് ലോക്കൽസ് ആണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഒരു 800 or 700 റുപ്പീസ് എന്തോ ഉള്ളൂ ഈ ഗോഗിൾസിന്. ഈ ഗോഗിൾസ് നമുക്ക് ഇതിന് നന്നായിട്ട് ചേർന്ന് പോകും. റെഡ് കൂടെ ആയതുകൊണ്ട് കണ്ടോ, ദിസ് ഈസ് മൈ ഹെൽമെറ്റ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഹെൽമെറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, കാര്യം എൻ്റെ വണ്ടിക്കും എൻ്റെ ജാക്കറ്റിനും ഒക്കെ നല്ല രീതിയിൽ ചേർന്ന് പോകുന്ന ഒരു ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റ് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ വണ്ടിയുടെ ഒപ്പം. അത് ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി അത് കാണാൻ പറ്റും. ഞാൻ അവിടെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഹെൽമെറ്റ്. ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദിസ് ബെൽ ഹെൽമെറ്റ്. അപ്പോൾ ഈ ഹെൽമെറ്റ് പ്രൈസ് ശരിക്കും 14,500 ആണ്. നമുക്കിപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് 12,000 റുപ്പീസിന് ഈ ഹെൽമെറ്റ് ഓട്ടോക്വീനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആട്ടോ, എല്ലാ സൈസും ഇല്ല. ഇതിപ്പോൾ എം ഞാൻ എടുത്തു, ഇനി എനിക്ക് തോന്നുന്നു ഒരു എം ഉണ്ട്, പിന്നെ സ്മോൾ, ലാർജ്, മീഡിയം ഇതാണുള്ളത് ഈ കളറിൽ. അതേപോലെ നമ്മുടെ മറ്റേ കളറിലും അതേപോലെ 4 സൈസ് അവൈലബിൾ ആണ്. അത്രേ ഉള്ളൂ, വേറെ എക്സ്ട്രാ പീസും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ വേഗം സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു ഹെൽമെറ്റാണ് ഈ ബെല്ലിൻ്റെ MX9 ഹെൽമെറ്റ്. അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേര് കൊച്ചി മച്ചാൻ തന്നെയാണ്. അതുകൂടാണ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും. അപ്പോൾ ഈ ഹെൽമെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കനുണ്ട്, ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.